ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മതത്തെയും വിമർശിച്ചാൽ പ്രശ്നം തന്നെയാണ്. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് താങ്ങാൻ സാധിക്കുകയുമില്ല. അതെനിക്കറിയാം. കാരണം ഞാനും അതുപോലെ ഒരു മതത്തിന്റെ പിടിയിലായിരുന്ന സമയത്ത് ഖുർആൻ ബാലമംഗളം പോലെയാണ് എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് എനിക്ക് വല്ലാത്ത അമർഷമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു മതത്തെയോ മതഗ്രന്ഥത്തെയോ അത്തരം ഒരു പ്രത്യയശാസ്ത്രത്തെയോ ഒരാൾ വിമർശിക്കുമ്പോൾ എൻ്റെ അമർഷം എത്രമാത്രം രൂഢമൂലമാകുന്നു എൻ്റെ രക്തത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആ സമയത്ത് അവരെ പിച്ചിക്കീറി വെയിലത്ത് വെച്ച് ഉണക്കാനുള്ളത്ര കലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്ന മതത്തെ എല്ലാവരും സ്നേഹിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് പലപ്പോഴും ഞാൻ അത്തരം വിഷയങ്ങളെ അന്ന് സമീപിച്ചിട്ടുള്ളത്. കാരണം ഞാൻ അന്ന് ഒരു കറകളഞ്ഞ വിശ്വാസിയായിരുന്നു. ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ആ മതം മാത്രമാണ് ആത്യന്തികമായി ശരിയെന്ന് അംഗീകരിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച് പ്രചരിപ്പിച്ചു പോന്നിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മതം മാത്രമേ ശരിയുള്ളൂ, എല്ലാവരും ഈ മതം വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം, മറ്റു മതങ്ങൾക്കൊക്കെ ഇന്ന കോട്ടങ്ങളുണ്ടല്ലോ, മറ്റു മതങ്ങളൊക്കെ ഇന്ന പ്രശ്നങ്ങളിലാണല്ലോ, എന്നാൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ സത്യമതത്തെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്ന ചിന്താഗതി തന്നെയായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ മതത്തെയോ മതപ്രമാണങ്ങളെയോ ആ മത ദൈവത്തെയോ ആ മത പ്രചാരകനെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, മോശം പറഞ്ഞാൽ എനിക്കത് താങ്ങാനാകുമായിരുന്നില്ല. കാരണം ഞാനൊരു വിശ്വാസിയായിരുന്നത് കൊണ്ട് തന്നെ ആ വിശ്വാസത്തോട് ഞാൻ നീതി പുലർത്തിയിരുന്നു, കൂറു പുലർത്തിയിരുന്നു, സത്യസന്ധത പുലർത്തിയിരുന്നു. കാരണം ഞാനൊരു കാപഠ്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വെള്ളം ചേർത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ശക്തിയുക്തം എതിർത്തിരുന്നു. ഞാൻ പെട്ടെന്നൊരു ദിവസം ഒരു സ്വപ്നം കണ്ട് യുക്തിവാദിയായതല്ല, ആരെങ്കിലും എക്സൈറ്റഡ് ആക്കുന്ന ഒരു പ്രസംഗം കാഴ്ചവെച്ചിട്ട് അതിൽ അഭിരമിച്ച് യുക്തിവാദിയായ വ്യക്തിയല്ല ഞാൻ. ആരെങ്കിലും ഒരു ലഘുലേഖ ഇറക്കി, അതല്ലെങ്കിൽ ഒരു പുസ്തകം ഇറക്കി, അതല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ടേബിൾ ടോക്ക്, അതിലൂടെ ഒന്നും ഈ സമാധാന മതത്തെ വലിച്ചെറിഞ്ഞ വ്യക്തിയല്ല ഞാൻ. ഈ മതത്തിന്റെ സമാധാനം എന്താണെന്നും കാരുണ്യം എന്താണെന്നും നീതിബോധം എന്താണെന്നും ഇത് എത്രമാത്രം കാലത്തെ അതിജീവിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥമാണെന്നും ഈ ഗ്രന്ഥം അറിഞ്ഞും വായിച്ചും മനസ്സിലാക്കിയും പഠിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്തുമൊക്കെ തന്നെയാണ് ഞാൻ ആ മതം ഉപേക്ഷിച്ചത്. ഈ മതം ഉപേക്ഷിക്കുന്നതൊക്കെ പക്ഷേ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പുസ്തകമാണത്രേ. 6-ാം നൂറ്റാണ്ടിനും അപ്പുറം എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളാണത്രേ ആധുനിക ജനത എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത്. എങ്ങനെ അംഗീകരിക്കും? ഈ ആധുനിക മനുഷ്യൻ ആനുകാലികമായി മാറി മാറി വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ജീവിതം മാറ്റുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ ആ പ്രാകൃതമായ ഗോത്ര നിയമങ്ങളെ എങ്ങനെ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കും? എല്ലാ മതങ്ങളിൽ നിന്നും ആളുകൾ വിട്ടുപോകാറുണ്ട്, വേറെ മതം സ്വീകരിക്കാറുണ്ട്. എനിക്കൊരു മതവും വേണ്ട എന്ന് പറഞ്ഞ് നാസ്തികരായി എല്ലാ മതങ്ങളെയും നിരാകരിച്ചു പോകുകയും ചെയ്യാറുണ്ട്. അതിൽ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രം ഞാൻ മതം വിട്ടു എന്ന് ഡിക്ലെയർ ചെയ്യും, അതല്ലെങ്കിൽ മറ്റൊരു മതം സ്വീകരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യും. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും മറ്റൊരാൾ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല താൻ ഏതു മതത്തിന്റെ വിശ്വാസിയാണ്. 90% മുസ്ലിങ്ങളും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പിൻപറ്റിക്കൊണ്ടു പോകുന്നവരാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. അവർക്കറിയാം ഈ മതം എത്രമാത്രം യുക്തിരാഹിത്യമാണ്, ഈ മതം എത്രമാത്രം മാനവിക വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അവർക്കറിയാം. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് പറയാൻ പറ്റില്ല, പുറത്ത് എഴുതാനും പറ്റില്ല. മറ്റുള്ളവരറിഞ്ഞാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല എന്ന ബോധ്യം കൊണ്ടാണ് മനുഷ്യൻ അങ്ങനെയൊന്ന് ജീവിച്ചു പോകുന്നത്. ഇപ്പോ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് എത്ര സിനിമാ തിയേറ്ററുകൾ ഉണ്ടാകും?
ഈ സിനിമാ തിയേറ്ററുകളിൽ വരുന്നതിലധികവും പർദ്ദയും മക്കനെയും ഇട്ട് മൂടിപ്പൊതിഞ്ഞ പെണ്ണുങ്ങളാണ് എന്ന് മറക്കരുത്. ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെയായി കുടുംബസമേതം സിനിമ കാണാൻ വരുന്ന ആളുകളിൽ അധികവും കറകളഞ്ഞ വിശ്വാസികളാണ്. അതെന്താ നമ്മൾ അതിനെ എടുത്ത് വിമർശിക്കുന്നത്? അതല്ല, സിനിമയൊക്കെ ഇസ്ലാമിൽ ഹറാമല്ലേ? ഒരു പർദ്ദ ഇട്ടെന്ന് കരുതിയോ, തലയിൽ ഒരു തട്ടമിട്ടെന്ന് കരുതിയോ നിങ്ങൾ സ്വർഗത്തിലെ ഹൂറികളാകും, അതല്ലെങ്കിൽ ദുനിയാവിലെ ഹൂറികളാകും എന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ വെച്ചോ, ഞങ്ങൾക്കില്ല, പ്രത്യേകിച്ച് എനിക്കില്ല. കാരണം പർദ്ദ ഇടുകയും കൂടുതൽ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നവർ വ്യക്തി ജീവിതത്തിൽ പോക്കാണ്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമാണെങ്കിൽ പറയാനുമില്ല. മറ്റുള്ളവരെ ഉപദേശിച്ചും മറ്റുള്ളവരെ നന്നാക്കിയും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എടുത്ത് പൊലിപ്പിച്ചു മറ്റുള്ളവരോട് പറഞ്ഞും അവരെ ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചുമൊക്കെ ജീവിക്കുന്നവർ ആദ്യം സ്വന്തം ജീവിതം ഒന്ന് നന്നാക്കിയാൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ. പക്ഷേ നമ്മളൊക്കെ വിശ്വാസത്തിന്റെ വലിയ കൊടികെട്ടിയ ആളുകളും വിശ്വാസം ഉപേക്ഷിച്ചവരൊക്കെ നരകത്തിന്റെ വിറകുകൊള്ളിയായി തോന്നിയതുപോലെയുള്ള ജീവിതം തെരഞ്ഞെടുക്കുന്നവരാണെന്നുമുള്ള നിങ്ങളുടെ ധാരണകളുണ്ടല്ലോ, അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്, നിങ്ങൾ ജീവിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നിന്നും തുടങ്ങുന്നതാണ്. അതുപോലെയാണ് എല്ലാവരും എന്ന് നിങ്ങൾ ധരിക്കരുത്. ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നിങ്ങളുടെ വിവരക്കേട് പബ്ലിക് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഒരുക്കുന്നത് മാത്രം. ഇപ്പോ ഏതു മതത്തെയും വിമർശിക്കുന്നത് പോലെയല്ല ഈ സമാധാന മതത്തെ ഒരാൾ വിമർശിച്ചാൽ, ഈ മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ജീവിക്കാൻ അർഹനല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കണം. തട്ടമിടണം, ഡാൻസ് കളിക്കരുത്, പാട്ട് കേൾക്കരുത്, പൊട്ട് തൊടരുത്, അഭിനയിക്കരുത്, ടിക്ടോക്ക് ചെയ്യരുത്. അങ്ങനെ ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമായി ചില നിബന്ധനകളുണ്ട്. പ്രാമാണികമായിട്ടുള്ള നിബന്ധനകൾ ഒരു ഭാഗത്ത്, പുരോഹിതന്മാർ ഉണ്ടാക്കുന്ന നിബന്ധനകൾ മറുഭാഗത്ത്, മദ്രസ പൊട്ടന്മാരായ ആങ്ങളമാർ, സദാചാര ആങ്ങളമാരുണ്ടല്ലോ, അവരുണ്ടാക്കുന്ന നൂലാമാലകൾ ഒരു ഭാഗത്ത്. ഇങ്ങനെ എല്ലാം കൊണ്ടും ചുറ്റി വരിയപ്പെട്ട് കിടക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഈ മതത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നത് പോട്ടെ, ഇനി മതം വിട്ടു പോകുന്നത് ഒരു പെണ്ണാണെങ്കിൽ അവളെ ആദ്യം പറയുന്നത് അഭിസാരിക എന്നായിരിക്കും, വേശ്യ എന്നായിരിക്കും. അതുകൊണ്ട് ഇവര് വന്ന് നമ്മളോട് എത്രയാണ് ഒരു ദിവസത്തേക്ക്, എത്രയോ മെസ്സേജുകൾ എനിക്ക് കിടപ്പുണ്ട്, എത്രയാണ് ഒരു ദിവസത്തേക്ക് എന്ന് ചോദിക്കും. പിന്നെ ക്യാമറ കുറച്ചുകൂടി ഒന്ന് താഴ്ത്തി വെച്ചൂടെ? കാരണം ഞങ്ങള് യൂട്യൂബ് തുറക്കുന്നത് തന്നെ പലരുടെയും തലയും മുലയും കാണാനാണ് എന്ന് ഇവര് പറയുകയാണ് പബ്ലിക്കായിട്ട് തന്നെ. കാരണം എന്ത്, ആരുടെ മുമ്പിൽ എപ്പോൾ സെൻസർ ചെയ്യണം എന്ന ഒരു തിരിച്ചറിവ് ഹൃദയത്തിലാണ് ഇവർക്കുണ്ടാകുന്നത്, തലച്ചോറിൽ നിന്നല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക അവയവം എന്ന് പറയുന്നത്, ഈ ലൈംഗിക ചിന്ത എന്ന് പറയുന്നത് വേറിട്ട ഒരു സംഭവം തന്നെയാണ്. ഇവരുടെ എല്ലാ ലൈംഗികതയും ലിംഗം കൊണ്ടാണ്. ലിംഗം കൊണ്ടാണ് ഇവർ ചിന്തിക്കുന്നത്, ലിംഗം കൊണ്ടാണ് ഇവർ കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ ജീവിച്ചു വളർന്നു വന്ന പശ്ചാത്തലം അതായതുകൊണ്ടായിരിക്കും. പക്ഷേ തലച്ചോറ് എന്ന സാധനമുണ്ടെന്നും അതാണ് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നും ഇനിയും അറിയാതെ പോകുന്നവരോട് എന്തു പറയാൻ? ഒന്നും പറയാനില്ല, അവരെ അവരുടെ വഴിക്ക് വിടുക. അപ്പോ എന്നോട് ഇന്നലെ ഒരു വീഡിയോയിൽ വന്ന് ഒരാൾ ധാരാളം കമന്റ് ഇട്ടു, പിന്നീട് കമന്റ് ഇടും ഡിലീറ്റ് ചെയ്യും, കമന്റ് ഇടും ഡിലീറ്റ് ചെയ്യും. പക്ഷേ എല്ലാവരും കിഴങ്ങന്മാരാണെന്നും പൊട്ടന്മാരാണെന്നും നിങ്ങൾ ധരിക്കരുത്. ഒരു ദിവസത്തേക്ക് എത്രയാണ് എന്ന് ചോദിച്ചവനോട് എനിക്ക് തിരിച്ചു പറയാനുള്ളത്, ഇവൻ മാത്രമല്ല മിക്ക കാക്കാമാരും വന്നിട്ട് ഇത് തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പോ ആദ്യം ഒരു ദിവസത്തേക്ക് എത്രയാണ് എന്ന് ചോദിച്ചതിന് മുമ്പ് അധ്വാനിക്കണം, പണം ഉണ്ടാക്കണം, ആ പണം കൊടുക്കണമല്ലോ. 1 രൂപ പോലും കൊടുക്കാതെ വീട്ടിൽ ആളില്ലടാ എന്ന് ചോദിക്കേണ്ടി വരും. നിനക്കും ഉമ്മയും പെങ്ങളും മക്കളും ഒക്കെ ഇല്ലേ? അവർക്കാകുമ്പോൾ പൈസയും കൊടുക്കണ്ട, യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യാൻ പുറം ലോകം അറിയത്തുമില്ല. അതല്ലേ കുറച്ചുകൂടി നല്ലത്? പറയേണ്ടി വരുന്നതാണ്. നിങ്ങളിൽ പലരെങ്കിലും വിചാരിക്കും അവർ പ്രതികരിക്കുന്നത് പോലെ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എന്ന്. അത് തെറ്റ്. ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ. ഒരു കരണം തടിച്ചാൽ മറ്റു കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ യേശുവിന്റെ പിൻതലമുറക്കാരിയല്ല. ഞാനൊരു ഗാന്ധിയൻ സാഹചര്യത്തിൽ വളർന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ അഗ്രസീവായി നിൽക്കും.
വൈകാരികമായി പ്രതികരിച്ചെന്നിരിക്കും. തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ചു 9 വട്ടം വിളിക്കുന്നവരുടെ തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും. അങ്ങനെ തന്നെ എനിക്കാകാൻ പറ്റൂ. എനിക്ക് മറ്റുള്ളവരോട് ഡെമോ കാണിക്കേണ്ട കാര്യമേ ഇല്ല. യൂട്യൂബിൽ വരുന്ന മിക്ക കുടുംബങ്ങളും ഡെമോ കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അവരുടെ റിയൽ ലൈഫിൽ അതല്ല. പല സാഹചര്യങ്ങളിലും നമ്മളത് മനസ്സിലാക്കിയവരാണ്. ആരെയോ കാണിക്കാൻ വേണ്ടി, ലൈക്കിന് വേണ്ടി, ഷെയറിന് വേണ്ടി, കുറച്ച് വ്യൂവേഴ്സിന് വേണ്ടി, അങ്ങനെ കിട്ടുന്ന ഇൻകത്തിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന കോപ്രായക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇതാണ് ഞാൻ. റിയൽ ആയിട്ട് ഞാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകൾക്കറിയാം, എനിക്ക് ആരോടും അഭിനയിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ ഈ പല തരത്തിലുള്ള എക്സ്പ്രഷനിലൂടെ നിങ്ങളോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കളി തരുമോ കരളെ എന്ന് ചോദിക്കുന്ന നമ്മളൊരു ഒരു സംഭവം നടന്നത് അങ്ങനെ തന്നെ പറയുമ്പോൾ, അതിന്റെ റെഫറൻസ് അടക്കം കാണിക്കുമ്പോൾ വേശ്യയാണ് എന്ന് മുദ്ര കുത്തുന്നവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു പണി മാത്രമേ അറിയത്തുള്ളൂ. ആണും പെണ്ണും ചേർന്നാൽ ഇത് മാത്രമേ ഉള്ളൂ ലോകത്ത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം 72 മാറിടം തുടുത്ത കിളുന്തുകളെ തരാമെന്ന് പരസ്യം ചെയ്ത അള്ളാഹുവിനേക്കാൾ തരം താഴ്ന്നവരല്ല നിങ്ങൾ. കാരണം അള്ളാഹുവിനറിയാം, പെണ്ണുങ്ങളെ കണ്ടാൽ ഇവര് വീഴും. പിന്നെ മുലകളുടെ കാര്യം പറഞ്ഞാൽ വീണു, എപ്പം വീണെന്ന് ചോദിച്ചാൽ മതി. ആരും അവരെ തൊട്ടിട്ടില്ല, ചിപ്പിക്കകത്തടയ്ക്കപ്പെട്ട മുത്തുപോലെയുള്ള പവിഴങ്ങളെയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്മാരും മുട്ടിലെറിഞ്ഞിട്ടാണെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിക്കും, സംശയമൊന്നുമില്ല. അത് കൃത്യമായി അറിയുന്ന അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ലൈംഗികതയ്ക്കു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് എന്ന് ഇന്ന് പുറം ലോകത്തിന് അറിയാം. ആളുകൾ അറിയുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. നിങ്ങളെ ഏത് രൂപത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ വീടുകളുടെ അകത്തളങ്ങളിൽ മാതാപിതാക്കളോടും പെങ്ങന്മാരോടും മക്കളോടും ഭാര്യമാരോടും നിങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. അപ്പോ മഹാനായ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റി വ്യഭിചരിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഇതിനപ്പുറവും വരും. കാരണം ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച ആ പ്രവാചകന്റെ പിൻതലമുറക്കാർ ഇങ്ങനെയാകാതെ പിന്നെ എങ്ങനെയാകണം? മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ, ഇസ്ലാം എന്താണ് എന്ന് മറ്റുള്ളവർ പറയാൻ, കൂടുതൽ എയറിലാകാൻ, ഇസ്ലാമിനെ കൂടുതൽ കല്ലെറിയാൻ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളുടെ കമന്റുകൾ ഉപയോഗപ്പെടൂ. അപ്പോ നിനക്കൊക്കെ മാത്രമല്ലടാ കളിക്കാൻ അറിയുന്നത്. നീയൊക്കെ വിചാരിക്കുന്നത് നിനക്കൊക്കെ മാത്രമേ ലിംഗങ്ങളുള്ളൂ എന്നാണോ? നിനക്കൊക്കെ മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്നാണോ? ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അതുണ്ട്. പക്ഷേ എവിടെ, എപ്പോൾ, എന്ത് സെൻസർ ചെയ്യണം, ആരോടാണ് നമ്മളുടെ വൈകാരികതകൾ പ്രകടിപ്പിക്കേണ്ടത് എന്ന് തലച്ചോർ ഉപയോഗിച്ച് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഇടയിൽ ഏത് പെണ്ണിനെ കണ്ടാലും, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ 5 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാലും നീ ഒരു ഇറച്ചി കഷ്ണമാണ് എന്ന് തോന്നുന്ന നിന്നോടൊക്കെ എന്ത് പറയാനാണ്? നീയൊക്കെ ഇങ്ങനെ കമന്റ് എഴുതി, ഇങ്ങനെ ഫേക്ക് ഐഡികളിൽ വന്ന് അനാവശ്യങ്ങൾ പറഞ്ഞാൽ നീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു കാണില്ല എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ യുക്തിവാദി നിരീശ്വരവാദികളും നിങ്ങൾ തന്നെയല്ലേ? നമ്മുടെ എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ച, കേൾവി, ചിന്ത, ഇതിനെയൊക്കെ സംബന്ധിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ തൂലിക കൊണ്ട് നിങ്ങൾ എന്ത് കുറിച്ചു, നിങ്ങൾ എന്ത് ചിന്തിച്ചു, ഇതെല്ലാം അള്ളാഹു ചോദിക്കില്ലേ നമ്മളോട്? അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ പരലോകം, ഖബറ്, സ്വർഗം, നരകം ഇതിലൊക്കെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ കളി തരുമോ, എത്രയാണ് ഡേറ്റ്, എത്രയാണ് പണം എന്ന് ചോദിക്കേണ്ടി വരുന്നത്? പെങ്ങളെ കിട്ടിയാലും അവസരത്തിന്റെ അഭാവം മാത്രമല്ലേ നിനക്കൊക്കെ ഉള്ളൂ? ഉമ്മയാണ് മുമ്പിലുള്ളതെങ്കിലും മകളാണുള്ളതെങ്കിലും മകളെ പിടിപ്പിച്ച് എത്രയെത്ര വാർത്തകൾ നമ്മൾ ദിനം പ്രതി കാണുന്നു. അപ്പോൾ ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. പക്ഷേ ഇമാതിരി വേഷം കെട്ടുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ പൊളിച്ചടിക്കേണ്ടി വരും. നിനക്കൊക്കെ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പറയേണ്ടി വരും. ആ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ പോലും വേശ്യാവൃത്തിയോട് ഉപമിക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള നിന്നെ പോലെയുള്ള പാഴ് ജന്മങ്ങൾക്ക് ജന്മം നൽകിയതിന്റെ പേരിലാണ്. ഒരിക്കലെങ്കിലും നിന്റെയൊക്കെ ഉള്ളിൽ ഒരു മനസാക്ഷി കുത്തെങ്കിലും ഉണ്ടാകും. ഫേക്ക് ഐഡിയിൽ വന്നാലും നിനക്കൊക്കെ അറിയാം നീയൊക്കെ ആരാണെന്ന്, നീയൊക്കെ എന്താണ് പറഞ്ഞതെന്ന്, ഞാൻ ആരുടെ തന്തയും തള്ളയുമാണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട്
ഇനിയും ധാരാളമായി നിങ്ങളൊരു പെണ്ണിനെ കണ്ടാൽ ഉടനെ സെക്ഷുവൽ ചുവയോടുകൂടി അവരോട് അടുക്കുക. കാരണം എന്നാൽ മാത്രമേ നമ്മൾ നല്ല ഒരു കറ കളഞ്ഞ മുഹമ്മദീയനാകൂ. കാരണം ഇവിടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കൂ. അതുകൊണ്ട് നിന്നോടൊക്കെ ഒന്നു മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും ഒന്നേ പറയാനുള്ളൂ. ഉമ്മയും പെങ്ങളും മകളുമൊക്കെ നിങ്ങൾക്കുമില്ലേ? നിങ്ങളുടെ ഉമ്മയോടോ മകളോടോ പെങ്ങളോടോ മറ്റൊരാൾ ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? അല്ല, നിനക്ക് സൗകര്യമാണെങ്കിൽ കൊടുത്തോ എന്ന് പറയുമായിരിക്കും. എല്ലാവരും ആ കാറ്റഗറി അല്ല. നന്ദി.